എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് വിശേഷപ്പെട്ട കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ശാസ്ത്രങ്ങൾ നമുക്ക് എന്തിനാണ്? സമാധാനത്തിനാണോ? സമാധാനം നശിപ്പിക്കാനാണോ? ശാസ്ത്രങ്ങൾ എപ്പോഴും നമ്മളുടെ സഹായത്തിനാകണം, അല്ലെങ്കിൽ സഹായത്തിനാണ് എന്നുള്ളതാണ് പരമപ്രധാനം. ഏതുതരം ശാസ്ത്രമായിക്കോട്ടെ, ആ ശാസ്ത്രങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ അവ ആളുകളുടെ ഇടയിൽ നിന്ന് തള്ളിപ്പോകും. ഈ ശാസ്ത്രത്തിൻ്റെ ഇടയിൽ ചില പഥ്യങ്ങളുണ്ട്, അപഥ്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ നിയമം എന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നിയമത്തിൽ പറയാം അല്ലേ. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഇടത് ഭാഗത്തൂടെ പോകണം അങ്ങനെ പറയില്ലേ, കീപ്പ് ലെഫ്റ്റ് എന്ന് പറയില്ലേ. എന്തിനാ പറയുന്നത്? നമുക്കിപ്പോൾ റോഡ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നടുവിലൂടെ പോയാൽ എന്താ കുഴപ്പം, വലതു ഭാഗത്തൂടെ പോയാൽ എന്താ കുഴപ്പം എന്നൊരു ചോദ്യം വരും. നിങ്ങൾ ഇടത് ഭാഗത്തൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൈവെക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പോയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ നമ്മളെ മാത്രമല്ല, നമ്മളെ ഒരു വ്യക്തിയല്ല, ഒരു സമൂഹമല്ല ഉള്ളത്, അനേകം സമൂഹങ്ങളുണ്ട്, അനേക തരത്തിലുള്ള സമൂഹങ്ങളുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സൗകര്യമായിരിക്കണം, ആർക്ക് അസൗകര്യം ഉണ്ടാകരുത് എന്നുള്ളൊരു പരമപ്രധാനമായിട്ടുള്ള വിഷയത്തിലാണ് നിയമങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ ആരാണ്ടൊക്കെ നമ്മൾ തന്നെ, വേറെ ആരുമല്ല, മനുഷ്യന്മാർ തന്നെയല്ലേ നിയമം ഉണ്ടാക്കണം. അത് അല്ലാതെ ഈശ്വരൻ നേരിട്ട് വന്നിട്ടുള്ള നിയമങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതുവരെ മനുഷ്യർ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ. അത്തരം നിയമങ്ങൾ എന്തിനാ പാലിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ നിയമങ്ങളെ പാലിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം? നമുക്കും ഗുണമുണ്ടാവും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഗുണം അല്ലേ. ഇപ്പോൾ റോഡിലൂടെ ഇടത് ഭാഗത്തൂടെ നിയമം പാലിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുരക്ഷയാണ് അവിടെ പ്രധാനം. നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും സുരക്ഷ. നിയമം തെറ്റിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളത് പൊതുവേ പറയാറുണ്ട്. അതുപോലെ നമ്മളുടെ ജ്യോതിഷം ലോകർക്കെല്ലാം ആപത്ത് കാലത്ത് ഉപകരിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരാളുടെ ജാതകം നോക്കിയിട്ട് ഒരു ഫലം പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. ഈ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ ജാതകം നോക്കുന്നത്, വരേണ്ട സമയത്ത് വരും. നമ്മളിപ്പോൾ നേരത്തെ അറിഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം? അങ്ങനെ ചിന്തിക്കില്ല. വരുന്നതിനെ ചീത്തയാണെങ്കിൽ അതിനെ മാറ്റാൻ പറ്റും, നല്ലതാണെങ്കിൽ അതിനെ ഒന്നും കൂടി ബലപ്പെടുത്തിയിട്ട് നമുക്ക് നേരത്തെ കിട്ടാൻ വഴിയുണ്ടോ? ഇതൊക്കെയല്ലേ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ ഇങ്ങനെ സംഭവിച്ചു പോയി എന്നുള്ള ഫലം അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നേരത്തെ കാലത്തെ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ ആനകളൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു അറിവ് എന്താണെന്നറിയും, വീട്ടിൽ വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ വീട്ടുകാരുടെ ആപത്തിനെ തടുക്കുമെന്ന് പറയാറുണ്ട്. അത് അവർക്ക് വന്നു പോകും എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വീട്ടിൽ എപ്പോഴും നാൽക്കാലികൾ വേണം എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, വീട്ടിൽ ആപത്ത് വരുമ്പോൾ എങ്ങനെയാണ് തടുക്കുന്നതെന്നറിയൂ? നാൽക്കാലികൾ അത് നേരത്തെ അറിയും എന്നുള്ളത് കൊണ്ടാണ് അല്ലേ. ചതുഷ്പാത്തുകൾ നേരത്തെ അറിയുമ്പോൾ അവരറിയുന്ന ആളുകൾക്ക് ഇത് എളുപ്പമല്ല, ഇവരുടെ എന്തോ പതിവിൽ വിപരീതമായിട്ട് അവർ പ്രവർത്തിക്കുന്നു തിരിച്ചറിയുമ്പോൾ അതൊരു തിരിച്ചറിവാണ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണല്ലോ ഇവിടെ ഇപ്പോൾ പങ്കുവച്ചത്. അതോടൊപ്പം നിയമങ്ങൾ പാലിക്കുന്ന വിഷയങ്ങൾ കൂടി പറയുന്നു. നമ്മൾ അമാവാസി വ്രതം എടുക്കുന്നു, പിതൃപ്രീത്യർത്ഥം അമാവാസി വ്രതം എടുക്കുന്നു.
ബലിതർപ്പണാദികൾ ചെയ്യുന്നു അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ പിതൃക്കൾക്ക് ബലിയിടാൻ വേണ്ടിയിട്ട് നമ്മൾ മുഹൂർത്തം നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യനെ ഇല്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ സാമാന്യനെ ഇല്ല എന്ന് പറയുന്നത്? നമുക്ക് അവരുടെ മരിച്ച ദിവസം നമ്മൾ ബലിയിടാറുണ്ട്, മരിച്ച ദിവസം ഓർത്തിട്ട് ബലിയിടാറുണ്ട്. ആ ബലിയിടുന്നത് തന്നെ ചിലർ മരിച്ച നക്ഷത്രത്തിൽ ചെയ്യുന്നുണ്ട്, ചിലർ മരിച്ച തീയതി നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്, ചിലരാണെങ്കിൽ മരിച്ച തിഥി നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത് അല്ലേ. നക്ഷത്ര രീതിയിലും ആചരിക്കുന്നുണ്ട്, തിഥി രീതിയിലും ചിലർ ഡേറ്റ് നോക്കിയിട്ടോ ആചരിക്കുന്നു. ഇതിലൊന്നും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. അവരൊക്കെ അത് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, പിതൃതർപ്പണം നല്ലത് തന്നെയാണ്. ശബരിമലയ്ക്ക് നമ്മളെപ്പോൾ പോകുമ്പോഴും അവിടെ നിന്ന് ബലിയിടാറുണ്ട്. മുഹൂർത്തം നോക്കിയിട്ടാണോ ബലിയിടാറുള്ളതല്ല. കാശിക്ക് പോകുമ്പോൾ അവിടെ ബലിയിടുന്നു, ഗയയിൽ പോകുമ്പോൾ അവിടെ ബലിയിടുന്നു, ഗോകർണത്ത് പോകുമ്പോൾ അവിടെ ബലിയിടുന്നു, കാവേരി പോകുമ്പോൾ അവിടെ ബലിയിടുന്നു, തിരുനെല്ലി പോകുമ്പോൾ അവിടെ ബലിയിടുന്നു. എവിടെയും നമുക്ക് ബലിയിടാം അല്ലേ, കുഴപ്പമൊന്നുമില്ല, എപ്പോഴും ബലിയിടും. അമാവാസിക്ക് വൈശേഷികമായിട്ട് നമ്മൾ അമാവാസി ഒരിക്കൽ എടുത്തിട്ട് അമാവാസിക്ക് ബലിയിടുന്നു. അവിടെ എന്താ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മുഹൂർത്ത പ്രാധാന്യം പറയുന്നു. മുഹൂർത്ത പ്രാധാന്യം എന്ന് പറയുന്നത് ബലിതർപ്പണാദികൾ ചെയ്യാനുള്ള ഒരു മുഹൂർത്തത്തെ ആചാര്യന്മാർ വിശേഷിച്ച് നമ്മൾക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ സെലക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ചെയ്യുന്നത് ഉത്തമമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ മറ്റുള്ള സമയത്ത് ചെയ്യരുത് എന്നൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല, വളരെ ഉത്തമമാണ് എന്ന് പറയും. അപ്പോൾ പണ്ട് കാലത്ത് ഒരു ആചാര്യൻ, ഒരു പഞ്ചാംഗം അടിക്കുന്ന ഒരു ആചാര്യൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എല്ലാവരും പരിഗണിക്കും. ഇപ്പോഴങ്ങനെയല്ല. നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരാൾ അവരവർക്ക് തോന്നുന്ന അഭിപ്രായം കയറി എന്ന് പറയും. അയാൾക്ക് ശാസ്ത്രം അറിയുമെന്ന് പോലും ആരും ചോദിക്കാറില്ല. ഇപ്പം തന്നെ യൂട്യൂബിലൊക്കെ പലരും പറയുന്ന അഭിപ്രായം ശാസ്ത്ര വിരുദ്ധം തന്നെയാണ്. പക്ഷെ അവർ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തരത്തിലൊക്കെ ഉള്ളത് പറയും. ഞാനതിന് വേറൊരു തമാശ പറയും. നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആയിക്കോട്ടെ, നമ്മുടെ ജ്യോതിഷം പറയുന്ന ഗ്രൂപ്പ് തന്നെ ആയിക്കോട്ടെ, അതിൽ വളരെ ആവശ്യമുള്ള, ജ്യോതിഷികൾക്ക് വളരെ ആവശ്യമുള്ളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ പലരും ലൈക്ക് അടിച്ച് പോകുന്നതേ ഞാൻ കാണാറുള്ളൂ. ഞാൻ തന്നെ എത്രയോ തവണ പരീക്ഷിച്ചിട്ടുണ്ട്. വെറുതെ ലൈക്ക് അടിച്ചിട്ട് പോകും. അതെന്താണെന്നോ ഏതാണെന്നോ പോലും ആളുകൾ നോക്കില്ല. എന്തോ സംഭവമാണ്, നമുക്കതറിയില്ല, അവിടെ വിട്ടുപോകും. അറിയിച്ചിട്ട് മാത്രമല്ല, അതിന് അത്ര വലിയൊരു ഗൗരവമായിട്ട് അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ എന്തെങ്കിലും കാർഡ് ഇട്ട് കഴിഞ്ഞാൽ, കാർഡ് വെറുതെ ഒരു തർക്ക വിഷയമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ അതിൽ കയറി അങ്ങ് മെയ്യും. മെയ് എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കമൻറ്റും നോക്കി വായിച്ചിട്ടൊക്കെ അഭിപ്രായമൊക്കെ പറയും. ഇപ്പോൾ സത്യത്തിൽ ആളുകൾക്ക് എന്താ വേണ്ടത്? അറിവാണോ വേണ്ടത്? ശാസ്ത്രമാണോ വേണ്ടത്? ഒന്നുമില്ല, വെറുതെ ഒരു നേരമ്പോക്കാണ്. ഒരു പുരുഷനും സ്ത്രീയും നടന്നു പോകുന്നത് കണ്ടാൽ അവരൊരു പക്ഷെ ബന്ധുക്കളാവാം, ബന്ധുക്കളല്ലാതെ ആവാം. അവർ ഒന്നിച്ച് ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതും ആകാം. അല്ല, ഒരു ബസ്സിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി, അതിൻ്റെ പിന്നാലെ ഒരു പുരുഷൻ ഇറങ്ങി, അവർ നടന്നു പോകും. അവർ ഒരു പക്ഷെ മുൻപരിചയമില്ലാത്ത ആളുകളും ആകാം. ഒരു പക്ഷെ കാണുമ്പോൾ ചോദിക്കുക എവിടേക്കാണ് പോകുന്നതൊക്കെ ചോദിച്ചൊന്നും വരാം. അപ്പോൾ അവർ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവരെ രണ്ടുപേരെ അറിയില്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഇവിടുത്തെ ഒരു കൂട്ടം ആളുകൾ പറയും. മറ്റൊരാൾ പറയും അങ്ങനെ ആവുന്നതല്ല, പിന്നെ അച്ഛനും മകളുമാണെന്ന് പറയും ചില ആളുകൾ. ചില ആളുകൾ പറയും സഹോദരനും സഹോദരിയാവാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവാണ്, കാമുകി കാമുകനാണ്, ഒളിച്ചോടുന്നാണ്, എന്നൊക്കെ പറഞ്ഞിട്ട് പല പല അഭിപ്രായങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇതിലൊന്നും സത്യം ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതിൽ ഏത് അഭിപ്രായത്തിനായിരിക്കും ആളുകൾ മുൻതൂക്കം കൊടുക്കാതെ? ഇതിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അതിന് ആളുകൾ മുൻതൂക്കം കൊടുക്കും. കാരണം ആളുകൾ നെഗറ്റീവ് നോക്കിയിട്ടാണ് നിൽക്കുന്നത്, പോസിറ്റീവ് നോക്കിയിട്ടല്ല. എന്താണെന്നറിയുമോ? അത് അങ്ങനെയാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ രഹസ്യങ്ങളിലേക്ക് ഊഴ്ന്നു നിൽക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യം കൂടുതലാണ്. ഇപ്പോൾ സിനിമാ നടന്മാരുടെ കാര്യം ആയിക്കോട്ടെ, വേറെ സെലിബ്രിറ്റീസ് ആരും ആയിക്കോട്ടെ, അവരുടെ സ്വകാര്യ ജീവിതങ്ങളിലേക്കുള്ള ഒരു എത്തിനോട്ടം ആളുകൾക്ക് കൂടുതലാണ്. നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. ഈവൻ ഭർത്താവിന് ഭാര്യയ്ക്ക് ഭർത്താവിനെ പോലും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്തിന് കൂടുതൽ എത്തി നോക്കണം. എത്തി നോക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല. അവരുടെ കാര്യത്തിലൊക്കെ നമുക്ക് താല്പര്യമുണ്ട്.
പക്ഷേ ഈ നെഗറ്റിവിറ്റിയിൽ എത്തി നോക്കി 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 നമ്മൾ നെഗറ്റീവായിട്ട് മാറാതെ ഒരു പോസിറ്റീവായിട്ട് മാറാനുള്ളൊരു പ്രവണത നമുക്ക് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലതിനൊക്കെ നിബന്ധന വെക്കും. ആ നിബന്ധനകളും നിയമങ്ങളും ഒക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട് തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതെന്തിനാ ഇവിടെ പറയുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ജ്യോതിഷത്തിൽ അനേകം മുഹൂർത്തങ്ങളെ പറയുന്നുണ്ട്. ഈ മുഹൂർത്തങ്ങളെല്ലാം തന്നെ 100% പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്ന് ഒരു നിയമവുമില്ല. അതിൽ പരിമിതികളൊക്കെ ഉണ്ടാവും. എന്നാലും കിട്ടുന്നത് നല്ല മുഹൂർത്തം നമ്മൾ എടുത്തിട്ട് ചെയ്താൽ നല്ലത് എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കാണാത്ത ചില ദോഷങ്ങളുണ്ടായിട്ട് അബദ്ധം ഉണ്ടാകുന്ന മുഹൂർത്തങ്ങളും പലതും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ യഥാവിധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പം വരില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുഭവം ഉണ്ടായ സത്യം. പക്ഷേ 100% നമുക്ക് വ്യക്തതയോട് കൂടിയിട്ടൊരു മുഹൂർത്തം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. കിട്ടാൻ സാധ്യത കുറവാണ്. ഈ കലികാലത്ത് കിട്ടാൻ സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ കിട്ടുന്നതിൽ നല്ലതെടുക്കും. കിട്ടുന്നത് നല്ലതെടുത്തിട്ട് ചില സമയത്ത് അതിൽ വലിയ അബദ്ധങ്ങൾ അശ്രദ്ധ കൊണ്ടുണ്ടായി എന്നൊക്കെ വരാം. അതൊക്കെ കൊണ്ട് അതിനെ നമ്മൾ 100% പറയാതെ വേറെ പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കാം മുഹൂർത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് പറ്റുന്നത് നമ്മൾ നല്ല മുഹൂർത്തം തിരഞ്ഞെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം ജ്യോതിഷം മുഹൂർത്തത്തിൻ്റെ ശാസ്ത്രമാണ്, കാലത്തിൻ്റെ ശാസ്ത്രമാണ്. നല്ല കാലം തിരഞ്ഞെടുക്കുന്നതും കെട്ട കാലം തിരഞ്ഞെടുക്കാനും ഒക്കെ നമുക്ക് സഹായിക്കുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പം അതിൽ ഏറ്റവും നല്ല കാലഘട്ടം തിരഞ്ഞെടുത്തിട്ട് നല്ല കാര്യം ചെയ്ത് നമ്മൾ നല്ലതിന് വേണ്ടി ചെയ്യില്ല, ഇപ്പം നല്ല കാര്യം ചെയ്യാറുണ്ട്. അത്രമാത്രമേ അതിനകത്ത് ചെയ്തു. ബലം പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അതിന് വിരുദ്ധമായിട്ട് ചെയ്താൽ വല്ല കുഴപ്പമുണ്ടാവുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ചിന്തിക്കാനില്ല. നല്ലതാവാൻ വേണ്ടി നമ്മൾ നല്ല സമയത്ത് ചെയ്തു എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതിനകത്ത് ആർക്ക് ദ്രോഹവും ഇല്ലല്ലോ. അങ്ങനെയല്ലേ കാണേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ആവശ്യം. പക്ഷേ യഥാർത്ഥത്തിൽ ജ്യോതിഷം ഫലം പറയാനാണോ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും ആകണമെന്നില്ല. പിന്നീട് അതിൽ നിന്ന് ഡെറൈവ് ചെയ്ത് ഫലമുണ്ടായതാണ്. അങ്ങനെ ഒരാളുടെ ചിന്താഗതികൾ കൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് അതിനെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മളെപ്പോഴും നല്ലത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്താ ഗുണം? നമുക്കതിൽ നിന്ന് നല്ലത് തന്നെ കിട്ടും. നല്ലത് കാണാൻ ശ്രമിച്ചാൽ നല്ലത് തന്നെ കിട്ടും. അങ്ങനെ ഇതുണ്ട്. കാരണം അട്രാക്ഷൻ തിയറി അങ്ങനെയാണ്. നല്ലതിനെ മാത്രം കാണുക, നല്ലത് തന്നെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വെക്കുകയാണെങ്കിൽ ഗുണമുണ്ട്. ഈ നല്ലതിനെ കാണുക എന്ന് പറഞ്ഞാൽ എന്തിലും നമുക്ക് നല്ലതിനെ കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുകയെന്നില്ല. എന്ത് പ്രശ്നത്തിൻ്റെ ഇടയിലും നല്ലത് കാണാൻ പറ്റും. ഈ കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും വ്യത്യസ്തങ്ങളാണ്. ഞാൻ കാണുന്നതായിരിക്കില്ല നിങ്ങൾ കാണുന്നത്. നമ്മളെല്ലാവരും കാണുന്നതായിരിക്കില്ല വേറൊരാൾ കാണുന്നത്. പട്ടികൾ കാണുന്ന വർണ്ണങ്ങൾ, മറ്റ് ജീവികൾ കാണുന്ന വർണ്ണങ്ങൾ അതേ രൂപത്തിലായിരിക്കില്ല നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ആപേക്ഷികമാണ്. ഞാൻ ഇന്ന് നമ്മുടെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിയും പറയുന്നത് അങ്ങനെയാണ്. എന്തിനാ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നല്ലതാകണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കാഴ്ചപ്പാട് അത് നല്ലതാകാതിരിക്കും. അങ്ങനെ സംഭവിക്കും. പക്ഷേ നമുക്ക് നല്ലതല്ലേ, നമുക്ക് നല്ലതെന്ന് തോന്നല്ലേ നമ്മൾ പിന്നെയും കാണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഹിതകരമായതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ സ്വഭാവം. ഇഷ്ടമുള്ളിടത്ത് കണ്ണുടക്കും. അതിനേക്കാൾ ഇഷ്ടമുള്ളത് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അതിലേക്ക് കണ്ണുടക്കും. ഇതുകൊണ്ട് നമ്മളെപ്പോഴും നല്ലതെന്ന് ഒരാൾ പറഞ്ഞാൽ അതേ നല്ലത് മറ്റൊരാൾക്ക് നല്ലതാകാത്തിടത്തോളം കാലം എല്ലാവരും സമന്മാരാവുമോ? ഇല്ല. വ്യത്യസ്ത ചിന്താഗതികളുണ്ടാവാം, വ്യത്യസ്ത ആശയങ്ങളുണ്ടാകാം, വ്യത്യസ്ത രീതിയിൽ ആളുകൾ പ്രതികരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ വ്യത്യസ്തങ്ങളായിരിക്കുന്ന സമൂഹങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നത്. ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, എല്ലാവരും ഇപ്പോൾ എൻ്റെ ഈശ്വരൻ ശരിയാണ്, എൻ്റെ ഈശ്വരൻ ശരിയാണ് എന്നൊക്കെ വാദിക്കുന്നു പലരും. സത്യത്തിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് എല്ലാവരും പറയുന്നു. എല്ലാവരും എന്ന് ഞാൻ പറയാൻ കാരണം എല്ലാ മതങ്ങളും അങ്ങനെയാണ് പറയുന്നത്. ഹിന്ദുധർമ്മവും അങ്ങനെ തന്നെ പറയുന്നു. ഏകം സത്ത് എന്ന് തന്നെ പറയും. ഇവിടെ ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവനാണോ ഈശ്വരൻ, വിഷ്ണുവാണോ ഈശ്വരൻ, ദേവിയാണോ ഈശ്വരൻ, ബ്രഹ്മാവാണോ ഈശ്വരൻ, സുബ്രഹ്മണ്യനാണോ ഈശ്വരൻ, അയ്യപ്പനാണോ ഈശ്വരൻ, അങ്ങനെയൊക്കെ ചോദിക്കും. ഏതാണ് ശരിയായ ഈശ്വരൻ? നമ്മുടെ ധർമ്മം പറയുന്നു ഇതൊന്നും ശരിയായ ഈശ്വരനുണ്ട്. അതൊക്കെ വെറുതെ ഈശ്വരൻ്റെ നാമരൂപമൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നു.
യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒറ്റ ഈശ്വരൻ ഉണ്ടാവുള്ളൂ. എന്തിനാ ഈശ്വരൻ നമുക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈശ്വരൻ നമ്മളെ സങ്കല്പിച്ച് നമ്മൾ അങ്ങനെ ആ തരത്തിൽ കാണുന്നത്. ഏത് രൂപത്തിൽ സങ്കല്പിക്കുന്നു ആ രൂപത്തിൽ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ വരും. ഇതൊരു തിരിച്ചറിവാണ്. നമുക്കെല്ലാം നല്ലത് തരുന്നൊരു ഈശ്വരൻ അല്ലേ? അപ്പോൾ ഈശ്വരൻ നല്ലത് മാത്രമേ തരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ ഇപ്പോൾ മോശം തരേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളുടെ കാഴ്ചപ്പാടിലെന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്, ഈശ്വരൻ്റെ കണ്ട രീതിയിൽ ചിലപ്പോൾ കുഴപ്പമുണ്ടായിട്ടുണ്ട് അർത്ഥം. ദോഷം ചെയ്യുന്നൊരു ഈശ്വരനെ ആർക്ക് വേണം? അതൊന്നുമില്ല. നല്ലത് ചെയ്യുന്ന ഈശ്വരനാണ് നമുക്ക് പരമപ്രധാനം. നമുക്ക് ഗുണത്തെ തരുന്ന ഈശ്വരനാണ്. മറ്റുള്ളവർക്കൊക്കെ ദോഷം കൊടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ചിന്ത അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലത് കാണുക, നല്ലത് ചിന്തിക്കുക, ഈശ്വരനെ നല്ല രൂപത്തിൽ ധ്യാനിക്കുക. ആ ഈശ്വരൻ നമ്മുടെ മുമ്പിൽ അതേ രൂപത്തിൽ വന്നേക്കും. അതിനെ നമ്മൾ കാണുക. അതാണ് പരമപ്രധാനമായിട്ടുള്ളത്. എന്തായാലും എല്ലാ ശാസ്ത്രങ്ങളും നല്ലതിനാകട്ടെ, എല്ലാ മതങ്ങളും നല്ലതിനാകട്ടെ, എല്ലാ ചിന്തയും നല്ലതിനാകട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ പ്രകൃതി ദുരന്തമൊക്കെ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ കൂടുതലൊന്നും ആരെയും വെറുക്കാതെ, ആരെയും ദ്രോഹിക്കാതെ, നല്ലത് മാത്രം ചിന്തിച്ച് നല്ലതിനായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് കരുതലോടെ മുന്നോട്ട് പോകാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വർഷം ചിങ്ങമാസമൊക്കെ 1200 ചിങ്ങമാസമൊക്കെ വരാൻ പോവുകയാണ്. ഇത് 1199 കർക്കിടക മാസമാണ്. ചിങ്ങമാസം വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു നക്ഷത്രഫലമൊക്കെ ഞാൻ അധികം വൈകാതെ ഇടുന്നുണ്ട്. എല്ലാവരും അത് കാണുക, അഭിപ്രായങ്ങൾ പറയുക. നമുക്ക് അങ്ങനെ സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും നമസ്കാരം.